ഓഡിയുടെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം വരുന്നൊരു വേർഡ് ക്വാളിറ്റി എന്നുള്ളതാണ്. കാരണം ഈ ഒരു റേഞ്ചിലുള്ള ഒരു ലക്ഷറി കാർ റേഞ്ചിലുള്ള ഏതൊരു ബ്രാൻഡിനും ഈക്വൽ ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റിയാണ് ഓഡി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് ഇതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷിലും സ്വിച്ചസും മറ്റ് യൂസ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക്കിലും എല്ലാം തന്നെ ആ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിന് പുറമെ വളരെ പ്ലസൻ്റ് ആയിട്ട് ഒരു പ്ലീസിങ് ആയിട്ടുള്ള ഒരു വെൽക്കമിങ് ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ് ഓഡി ഇൻറ്റീരിയറിന് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ബീച്ച് ലെതറിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബീജിഷ് ഗ്രേ ഒരു ഡാഷ്ബോർഡും പിന്നെ അതിനുള്ള നല്ല വുഡൻ ട്രിമ്മും കൊടുത്തിരിക്കുന്നു. പിന്നെ ഇതിലൊരു മിക്സ് ആണെന്ന് വേണം, ഒരു ഹൈബ്രിഡ് രൂപത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം വുഡൻ പാനലിംഗ് ഉണ്ട്, അതിന് പുറമെ അലൂമിനിയം പാനലിംഗും ഉണ്ട്. ഇതിൻ്റെ ഒരു ഓഡിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഓഡി നമ്മൾ മീൻ ചെയ്യുന്നത് ഒരു മോഡേൺ പ്ലസ് ഡൈനാമിക് കാർ, അത് എന്നാൽ എലഗൻസി കീപ്പ് ചെയ്യുന്നുണ്ട്. അത് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇൻറ്റീരിയർ മൊത്തം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഓഡിയുടെ ഇൻറ്റീരിയർ ഡിസൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേസിക്കലി ഓഡിയിൽ കണ്ടുവന്നിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻ തന്നെയാണ് ഈ A6ലും ഫോളോ ചെയ്തിട്ടുള്ളത്. നോർമലി ഒരുവിധം എല്ലാ ഓഡിയിലും കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണിത്. കാരണം കൂടുതൽ ഒരു ഡ്രൈവർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഡാഷ്ബോർഡാണത്. ഇതിൽ വരുന്ന LCD സ്ക്രീൻ, MMIന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള LCD സ്ക്രീന്, അതിന് പുറമെ ഈ എയർ വെൻറ്റ്സ്, പിന്നെ സ്വിച്ചസിൻ്റെ ലേ ഔട്ട്, പിന്നെ ഗിയർ ലിവർ നോബ്സ്, പിന്നെ MMI നോബ്, ഇതെല്ലാം തന്നെ നമുക്ക് ഏതൊരു ഓഡി ഇപ്പോൾ A6ൻ്റെ അല്ലാതെ തന്നെ A4 Q7 തന്നെ കയറിയാൽ ഫീൽ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഓഡിയിലും ഉള്ളത്. ഇതിൻ്റെ പുറമെ എനിക്കൊരു അട്രാക്റ്റീവായി തോന്നിയിട്ടുള്ള ഇതിൻ്റെ റിവേഴ്സ് ക്യാമറയാണ്. റിവേഴ്സ് ക്യാമറ മാത്രമല്ല, അതിനൊരു പാർക്കിംഗ് എയ്ഡ് അല്ലെങ്കിൽ ഒരു ഡ്രൈവർ സപ്പോർട്ടായിട്ടുള്ള ലൈനിങ് ഒരു എയ്ഡ് സിസ്റ്റം കൂടിയും ഈ റിവേഴ്സ് ക്യാമറയിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫീച്ചർ നമുക്ക് ഏത് ടൈറ്റ് ആയിട്ടുള്ള സ്ഥലത്തും, പ്രത്യേകിച്ച് സിറ്റിയിലെല്ലാം യൂസ് ചെയ്യുമ്പോൾ, അതിൽ 2 ടൈപ്പ് ഓഫ് യൂസേജ് ഉണ്ട്. ഒന്ന് നമുക്ക് പാർക്കിംഗ് ലൈൻസ് വെച്ച് മാർക്ക് ചെയ്യുന്നതും, 2 സെൻസർ നമ്മുടെ കറക്റ്റ് മാർക്കിങ് ഏത് രീതിയിലാണ് ഗ്രാഫിക്കിൽ കാണിച്ചിട്ട് എവിടെയാണോ ഈ തടസ്സം വരുന്നതെന്നുള്ള മാർക്ക് ചെയ്യുന്ന രീതിയിലുള്ള സെൻസറും ഉണ്ട്. ഈ 2 ഫീച്ചേഴ്സും നമുക്ക് ഏത് ടൈറ്റ് ആയിട്ടുള്ള സ്ഥലത്തും ഇത് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാവുന്ന രൂപത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഏതൊരു എക്സിക്യൂട്ടീവ് ലക്ഷറി കാറിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഓഡി A6ലും കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൺറൂഫ് ആവട്ടെ, ഓൾറൗണ്ട് ലൈറ്റ് സിസ്റ്റം, ഇതിനെല്ലാം പുറമെ ഒരു 2 സോൺ AC ആണ് ഇതിന് ഓഡി A6ന് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന 2 പേർക്കും, ഡ്രൈവർ ആവട്ടെ പാസഞ്ചർ ആവട്ടെ, അത് അവർക്ക് 2 ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനും അത് അവർക്ക് ഇഷ്ടാനുസരണം കൺട്രോൾ ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ AC സിസ്റ്റം ഉള്ളത്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും അധികം റിയർ സീറ്റ് സ്പേസ് ഉള്ളത് ഓഡി A6ലാണ്. നല്ല ലെഗ് റൂമും നല്ല ഹെഡ് റൂമും എല്ലാം ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയിട്ടുള്ള ഇതിൻ്റെ റിയർ സീറ്റിൽ വരുന്ന റിയർ സീറ്റ് എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷനാണ്. അതിലിപ്പം നമുക്ക് LCD സ്ക്രീന് ഫിറ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ കമ്പനി തരുന്നുണ്ട്. അതിന് പുറമെ ഈ MMI സിസ്റ്റത്തിൽ നമുക്ക് ഈ കൺട്രോൾസ് എല്ലാം തന്നെ ഇവിടുന്ന് റിമോട്ടിൽ ചെയ്യാവുന്ന രീതിയിലൊരു റിമോട്ടും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡ്രൈവർ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് അധികം ശല്യം ചെയ്യാതെ തന്നെ ഇതിൽ സൗണ്ട് കൂട്ടാനോ കുറയ്ക്കാനോ ചാനൽ മാറ്റുവാനോ CD തന്നെ മാറ്റുവാനോ എല്ലാം തന്നെ നമുക്ക് ഈ റിമോട്ടിൽ സാധിക്കുന്ന വിധമാണ് കമ്പനി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം തന്നെ നമുക്കൊരു ലോങ് ജേർണിയിൽ, ഇപ്പം നമ്മൾ ഈ സെഗ്മെൻറ്റിൽ അധികം ആളുകളും ഇതിൻ്റെ റിയർ സീറ്റ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടാവുക, അത് എൻജോയ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിനൊരു യാത്രക്കെല്ലാം തന്നെ വളരെ ഹെൽപ്ഫുള്ളാവുന്ന രീതിയിലാണ് ഇത്തരം അറേഞ്ച്മെൻറ്റ്സ് കമ്പനി ചെയ്തിട്ടുള്ളത്. നാല് വ്യത്യസ്ത എഞ്ചിനുകളാണ് ഓഡി ഇന്ത്യ A6ലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ എൻട്രി ലെവൽ ഡീസൽ എഞ്ചിനായ 2.7 TDI ആണ് ഇന്ന് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഈ എഞ്ചിന് ഓഡിയുടെ 2nd ജനറേഷൻ കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിനാണ്. ഇത് 2698 cc വരുന്ന ടർബോ ഡീസൽ എഞ്ചിൻ. ഇതിന് 190 PS ആണ് പവർ, 380 Nm ആണ് ടോർക്ക് ഉള്ളത്. ഇതിനോട് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഓഡിയുടെ പ്രശസ്തമായ 6-speed ഓട്ടോ ട്രാൻസ്മിഷനാണ്. പക്ഷേ ഇതിൽ എനിക്ക് മിസ്സിംഗ് ആയി തോന്നിയിട്ടുള്ളത് ഓഡിയുടെ പ്രശസ്തമായ 4-wheel drive സിസ്റ്റം, ക്വാട്രോ എന്ന 4-wheel drive സിസ്റ്റം ഇല്ല എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഡീസൽ എഞ്ചിനിലാകെ 3 ലിറ്റർ ഡീസൽ എഞ്ചിനിൽ മാത്രമാണ് ഇത് അവൈലബിൾ. ഒരു ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ ക്വാട്രോ എന്നുള്ള സിസ്റ്റം വളരെ എസെൻഷ്യൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്.